ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്നുള്ളതാണ്. കൃപ നമ്മിൽ നിറയുന്നതനുസരിച്ച് കർത്താവിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഒഴുക്കിനൊത്ത് ഒഴുകുമ്പോൾ നമുക്ക് ഉള്ളതുപോലും പതുക്കെ പതുക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയാതെ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ ഇല്ലാതാകുന്നു. പണ്ട് നമുക്കുണ്ടായിരുന്ന പല ഭക്തികളും, നമ്മൾ ആരോടും പറയാതെയുള്ള കുറേയേറെ പ്രാർത്ഥനകൾ, നമ്മളുടെ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേയേറെ നിയോഗങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ നമ്മൾ എന്തോരം പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഒഴുക്കിനൊത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ദൈവവചന വായനയാകാം, ജപമാലകളാകാം, അതുപോലെ നമ്മളുടെ പേഴ്സണൽ പ്രെയർ ആകാം. ഇതൊക്കെ നമുക്ക് കൃപ കിട്ടാൻ വേണ്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിലെ കൃപ കിട്ടുന്ന അതിങ്ങനെ നിറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോരം അതിലേക്ക് ആഴപ്പെടാൻ തുടങ്ങുന്നു അതനുസരിച്ചാണ് ഉണ്ടാവുക. ഒരു ചെടി നടുന്നു, ആ ചെടി നടുമ്പോൾ അതിൽ അവിടെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ജീവന്റെയും അംശമുണ്ടാകുമ്പോഴാണ് ചെടി കൂടുതൽ തഴച്ചു വളരുക, അല്ലെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ഞാൻ കൃപയിലാണോ എന്ന് ചിന്തിക്കുക. നമ്മൾക്ക് നഷ്ടപ്പെടുകയാണോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കൂട്ടിച്ചേർക്കുകയാണോ നമ്മൾ ചെയ്യുക? നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തിലെ കുറേയേറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവവചനം പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുന്നതാകാം, വേദനയോടുകൂടി ദിവ്യഗാനത്തിൽ ഇരിക്കുന്നതാകാം, ഉപവാസം എടുക്കുന്നതാകാം, പരിത്യാഗങ്ങൾ എടുക്കുന്നതാകാം. ഈ ഒഴുക്കിനൊത്ത് പോകുമ്പോൾ സുഖത്തിലേക്ക് പോകും. അത് പിശാച് നമുക്ക് തരുന്നൊരു പ്രലോഭനമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം, ആ പ്രലോഭനത്തിൽ ഞാൻ വീണുപോയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. അപ്പോൾ ഈ പ്രലോഭനത്തെ വീഴും എന്തുണ്ടാകുന്നു? ഉള്ളതുപോലും പതുക്കെ പതുക്കെ ഇല്ലാതായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ ഉണങ്ങിപ്പോകുന്ന ഒരു അത്തിമരമായിട്ട് മാറുന്നു. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.